നമസ്കാരം. രാജ്യത്ത് വലിയൊരു സ്ഫോടന പരമ്പരയ്ക്കാണ് ചെങ്കോട്ടയിൽ ആക്രമണം നടത്തിയവർ ശ്രമിച്ചിരുന്നത്. എന്നാൽ ATSന്റെയും പോലീസിന്റെയും നിർണായക ഇടപെടലാണ് ചെങ്കോട്ട ആക്രമണത്തിൽ മാത്രമായി അത് അവസാനിച്ചത്. 4 ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടത്താനായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും അന്വേഷണം സമഗ്രമായി പുരോഗമിക്കുകയാണ്. ആരാണ്, എവിടെയാണ് ഇവരുടെ താവളം, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നു. ഒപ്പം ഇവർ ഉപയോഗിച്ച കാറുകളടക്കം ഇവരുടെ പണത്തിന്റെ സോഴ്സ് അടക്കം പരിശോധിക്കുകയാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി. ജയശ്രീയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ജയശ്രീ ദ്വാരപാലക പാളി കേസിലെ 4ാം പ്രതി. മിനിറ്റ്സ് തിരുത്തിയത് ജയശ്രീ എന്ന SIT. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും SIT. ബന്ധു മരിച്ചതിനാൽ ഹാജരാകാൻ സമയം നീട്ടി നൽകണമെന്ന് പത്മകുമാർ. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗഡർ വീണ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മരിച്ച രാജേഷിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് കുടുംബം. നഷ്ടപരിഹാരം ഉറപ്പാക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് ബന്ധുക്കൾ. ഇതുവരെയായിട്ടും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ആരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. ഈ കുടുംബത്തിന് അർഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം ലഭിക്കണം. ഇങ്ങനെയുള്ള ആക്സിഡന്റുകൾ മൂലം ഇനി ഒരു കുടുംബം അനാഥമാകാൻ പാടില്ല. നിർമ്മാണ കമ്പനിക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുത്ത് പോലീസ്. സുരക്ഷയൊരുക്കിയില്ലെന്നും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെന്നും FIR. അപകടം ഗൗരവകരമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നാട്ടുകാർ പ്രതിഷേധത്തിൽ. വേണ്ടത്ര മുൻകരുതലില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് തുടക്കം മുതലുള്ളത്. കൺസ്ട്രക്ഷൻ കമ്പനി പുറത്തുള്ള ആൾക്കാരെ വെച്ച് പണിയെടുപ്പിക്കുന്നു. അവർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വർക്ക് തീർക്കണമെന്ന് മാത്രമാണ്. ജനങ്ങളുടെ ജീവന് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ്. ഡൽഹി സ്ഫോടന കേസിൽ 3ാമത്തെ കാറും കണ്ടെത്തി. കാർ കണ്ടെത്തിയത് അൽഫലാഖ് സർവകലാശാലയിൽ നിന്ന്. അന്വേഷണം ഊർജിതമാക്കി NIA. ഭീകരാക്രമണം നടത്തിയത് ഒമർ നബി തന്നെയെന്ന് സ്ഥിരീകരിച്ച അന്വേഷണ ഏജൻസി. ഒമറും സംഘവും വൻ സ്ഫോടനത്തിന് പദ്ധതിയിട്ടിരുന്നതായി കണ്ടെത്തൽ. 32 വാഹനങ്ങൾ, സ്ഫോടക വസ്തുക്കൾ സജ്ജമാക്കി വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു പദ്ധതിയെന്ന് നിഗമനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. സ്റ്റേ ചെയ്താൽ തുടർ നടപടികൾ തടസ്സപ്പെടുമെന്ന് കോടതി. SIR നീട്ടിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ ഉത്തരവ് നാളെ. US ചരിത്രത്തിലെ ദൈർഘ്യമേറിയ ഷട്ട്ഡൌണിന് പരിസമാപ്തി. ഷട്ട്ഡൌൺ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ബിൽ പാസാക്കി US കോൺഗ്രസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബില്ലിൽ ഒപ്പുവെച്ചു. അവസാനമായത് 43 ദിവസത്തെ അടച്ചുപൂട്ടൽ. ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് സ്നേഹോഷ്മള സ്വീകരണം. അമ്മയുടെ പുണ്യദർശനം 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം. ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണ മേഖലയിൽ ഗഡർ വീണ ഒരാൾ മരിച്ച സംഭവത്തിന് പിന്നാലെ നിർമ്മാണ കമ്പനിക്കെതിരെ കേസെടുത്ത് പോലീസ്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ്. സുരക്ഷയൊരുക്കിയില്ലെന്നും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെന്നും FIR. ഭാരതീയ ന്യായ സംഹിത 105, 3, 5 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. പിക്കപ്പ് വാനിന് മുകളിലേക്ക് നിർമ്മാണത്തിലിരിക്കുന്ന 2 ഗഡറുകൾ വീഴുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഗഡർ നീക്കി മൃതദേഹം പുറത്തെടുത്തത്. വാഹനം വെട്ടിപ്പൊളിച്ചാണ് അഗ്നിരക്ഷാസേന രാജേഷിനെ പുറത്തെടുത്തത്. രാജ്യത്തെ ഏറ്റവും വലിയ ഉയരപാതയുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. നിർമ്മാണം ആരംഭിച്ചതു മുതൽ നിരവധി അപകടങ്ങളാണ് പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. തുറവൂർ ഗഡർ തകർന്നു മരിച്ച രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് കുടുംബം അറിയിച്ചു. ഉത്തരവാദിത്തപ്പെട്ടവർ ആരും ഇതുവരെ കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും നഷ്ടപരിഹാരം ഉറപ്പാക്കും വരെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിക്കുന്നത്. കുടുംബത്തിന്റെ ഏക അത്താണിയെയാണ് നഷ്ടപ്പെട്ടത്. ഇനിയൊരാൾക്കും ഇത്തരമൊരു അപകടം ഉണ്ടാകരുതെന്നും അവർ പ്രതികരിച്ചു. തീരുമാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ആരും ഞങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല. ഈ കുടുംബത്തിന് അർഹമായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം ലഭിക്കണം. ഇങ്ങനെയുള്ള ആക്സിഡന്റുകൾ മൂലം ഇനി ഒരു കുടുംബം അനാഥമാകാൻ പാടില്ല. ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഈ ആവശ്യങ്ങൾ അഷുറൻസ് കിട്ടാതെ അത് കൺസേൺഡ് ഗവൺമെൻറ് അതോറിറ്റി, അത് പക്ഷേ ഒരു ജില്ലാ കളക്ടറായിരിക്കാം, അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റ് ഓഫീസർമാരായിരിക്കാം, അവർ വന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അതോറിറ്റി ഞങ്ങൾക്ക് ഉറപ്പ് അഷുറൻസ് തരാതെ ഞങ്ങൾ ഇന്ന് പിന്മാറുന്നില്ല. ഞങ്ങൾ ബോഡി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തുറവൂർ ഗഡർ അപകടം ഗൗരവകരമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാതാ നിർമ്മാണത്തിൽ മുൻകരുതൽ വേണം. ഇക്കാര്യം അതോറിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ വിഷയങ്ങൾ നേരത്തെ തന്നെ നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
ദേശീയപാത നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ഇന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത്. നേരത്തെ ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കാറുണ്ട്. ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം, മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട്. തുറവൂർ ദേശീയപാതയിലുണ്ടായ ദുരന്തം വരുത്തിവെച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇതുപോലെ ഒരു അപകടം ഏത് സമയത്തും സംഭവിക്കുമെന്ന ഭയമുണ്ടായിരുന്നു. ആലപ്പുഴ ദേശീയപാതയിലും ഗഡർ തകർന്നു വീണ് സമാനമായ അപകടമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവിടെ ഇതുണ്ടാകുമെന്നുള്ളത് പല പ്രാവശ്യം മുന്നറിയിപ്പ് കൊടുത്തതാണ്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഒരു 4 തവണയെങ്കിലും ഞാൻ ഇത് സംബന്ധിച്ച് കത്തെഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ കലക്ടറേറ്റിൽ നിരവധി തവണ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാര്യക്ഷമമായ ഇടപെടലുണ്ടാകണം എന്നാവശ്യപ്പെട്ടിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ദേശീയപാത നിർമ്മാണം കേരളത്തിൽ എല്ലായിടത്തും നടക്കുന്നത് കൃത്യമായ രീതിയിൽ സർവീസ് റോഡുകൾ പൂർത്തിയാക്കാതെയാണ്. 40 പേരുകളാണ് ഈ അരൂർ തുറവൂർ പാതയിൽ മാത്രം സർവീസ് റോഡുമായി ബന്ധപ്പെട്ട ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് അരൂർ അപകടത്തിൽ മരണപ്പെട്ട രാജേഷിന്റെ മൃതദേഹം പുറത്തെടുത്തതെന്ന് ദൃക്സാക്ഷി പ്രനൂപ്. ഇത്തരം ജോലികൾ നടക്കുമ്പോൾ പരിസരവാസികൾക്ക് മുന്നറിയിപ്പുകൾ നൽകാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് നമ്മൾ ഇവരുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഇന്ന് തുടങ്ങിയതല്ല, ഈ റോഡിൻ്റെ പണി എന്ന് തുടങ്ങിയോ അന്ന് തൊട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഏറ്റവും ആദ്യം എൻ്റെ വീടിൻ്റെ മുമ്പിലായിരുന്നു ഒരു പെൺകുട്ടി ലോറിക്കടിയിൽ പോയി. ഇത് വന്ന് പോകാൻ സ്ഥലമില്ല. സർവീസ് റോഡ് ശരിയാക്കാണ്ടാണ് ഒരു സുപ്രഭാതം ഒന്ന് അങ്ങോട്ട് മറച്ചത്. കംപ്ലീറ്റ് അങ്ങോട്ട് മറച്ചിട്ട് വണ്ടിക്ക് പോകാൻ സ്ഥലമില്ല. ലോറിയും ഈ സൂപ്പർ ഫാസ്റ്റൊക്കെ വന്ന സ്കൂട്ടറുകാരെയും ഓട്ടോറിക്ഷക്കാരെയും നോക്കത്തില്ല. അവർ ഇടിച്ച രാവിലെ 2:30 മണിക്കാണ് സംഭവം നടക്കുന്നത്. 2:30 മണിക്ക് ശബ്ദം കേട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴേക്കും നേരെ ഓപ്പോസിറ്റ് സൈഡ് ഒരു കാർ ഉണ്ടായിരുന്നു. കാറിൻ്റെ ഫ്രണ്ടിൽ ലോറി. അപ്പോൾ ഞാൻ ആ വണ്ടിയുടെ ആക്സിഡൻ്റ് ആണെന്ന് വിചാരിച്ചാണ് ഡോർ തുറന്ന് നോക്കിയത്. ഡോർ തുറന്ന് നോക്കുകയും കാണുന്നത് ഈ ഗർഡർ വീണ് ഗർഡറിൻ്റെ അടിയിൽ ഒരു വാഹനം കിടക്കുന്നതായിട്ടാണ്. ഞാൻ അപ്പോൾ തന്നെ ഓടിച്ചില്ലേ ചെന്നപ്പോൾ തന്നെ 2-3 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ചെന്നപ്പോൾ തന്നെ ആൾക്ക് ചെറിയ അനക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം ഗർഡർ അത്ര വെയിറ്റുള്ള സാധനം അവിടെ ആളുടെ തലയിൽ തന്നെ ഇരിക്കുകയാണ്. ഈ അവിടെ അതിനുശേഷം ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാവരും എത്തി അവർ ചെന്ന് നോക്കുമ്പോൾ തന്നെ ആൾ ഓൾമോസ്റ്റ് പോയിരിക്കുകയായിരുന്നു. പിന്നെ ഇവരിത് എടുത്ത് മാറ്റാൻ തന്നെ ഏകദേശം ഒരു 3.5 മണിക്കൂറോളം സമയം എടുത്തു. ഇത് ക്രെയിനെല്ലാം ഇവിടെ തന്നെയാണ്. ക്രെയിൻ ഓപ്പറേറ്റർമാരെല്ലാം വരാൻ വൈകിയെന്ന് എനിക്ക് തോന്നുന്നു. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ഗതാഗത നിയന്ത്രണങ്ങൾ ശരിയായി ഇല്ലാതിരുന്നതാണ് അപകടമുണ്ടാകാൻ ഒരു പ്രധാന കാരണം. നിർമ്മാണ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധവും നടന്നു. AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് അതിദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. താഴേക്ക് പതിച്ച ഗർഡർ ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് സമാനമായ രീതിയിൽ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല എന്നതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ നിർമ്മാണ കമ്പനിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അടക്കം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഈ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ റോഡുകളുടെ അവസ്ഥ, ഒപ്പം തന്നെ നിയന്ത്രണങ്ങൾ കൃത്യമായിട്ടില്ല. പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണങ്ങൾ ഇല്ല. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് പോലും നിയന്ത്രണങ്ങൾ ഉണ്ടാകാറില്ല തുടങ്ങിയ കാര്യങ്ങൾ നാട്ടുകാർ പറയുന്നു. മാത്രമല്ല, ഈ വിവിധ പാർട്ടികളുടെ പ്രതിഷേധങ്ങളും ഇവിടെ ഇന്ന് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണം. ഒപ്പം തന്നെ ഈ ഇന്ന് ഉണ്ടായ സംഭവത്തിൽ, അതിദാരുണ സംഭവത്തിൽ കൃത്യമായ നടപടി വേണമെന്നതാണ് നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള നിലവിൽ ഈ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെയും മറ്റ് പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ തീരുമാനം.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സുപ്രീംകോടതിയെ സമീപിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. SIR കേസുകൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതിയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാരിന്റെ ഹർജിയിൽ അടിയന്തര സ്റ്റേ ഇല്ല. സംസ്ഥാനം എന്തുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിക്കുന്നില്ല എന്നാരാഞ്ഞ ഹൈക്കോടതി ഹർജിയിൽ നാളെ ഉത്തരവ് പറയും. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് കാരണമാക്കുന്നുവെന്നാണ് സർക്കാരിന്റെ വാദം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി. ഇതോടെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് SITയുടെ നീക്കം. അതേസമയം ചോദ്യം ചെയ്യലിനായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് വീണ്ടും നോട്ടീസ് നൽകി. എന്നാൽ അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരാവാൻ കൂടുതൽ സാവകാശം തേടി. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാട്ടിയാണ് S. ജയശ്രീ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ വാദങ്ങൾ അംഗീകരിക്കാഞ്ഞ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. സമാന ഉള്ളടക്കത്തോടെ ഇവർ നൽകിയ ഹർജി നേരത്തെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നില്ല. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നതിന് പകരം വെറും ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണമെന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. മുൻകൂർ ജാമ്യഹർജി തള്ളിയതോടെ ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് SITയുടെ നീക്കം. കേസിൽ 4ാം പ്രതിയാണ് ഇവർ. അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് അയച്ചു. എന്നാൽ അടുത്ത ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരാവാൻ കൂടുതൽ സമയം തേടി. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളിയെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതും കേസിലെ 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും ദേവസ്വം മുൻ കമ്മീഷണർ N. വാസുവിന്റെ നേതൃത്വത്തിലാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഈ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നത് A. പത്മകുമാറാണ്. കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായി SITക്ക് തെളിവുകൾ ലഭിച്ചതായാണ് സൂചന. ഇതിനു പിന്നിൽ ഗൂഢാലോചന SIT സംശയിക്കുന്നുണ്ട്. അതിനാലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ കാറും കണ്ടെത്തിയെന്നാണ് സൂചന. അൽഫലാഖ് സർവകലാശാലയ്ക്കുള്ളിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. ഡോക്ടർ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസാഫർ അഹമ്മദാണ് സൂത്രധാരൻ എന്നും കരുതുന്നു. ഇയാൾക്ക് പാക് ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. മുസമ്മിൽ, മുസഫർ എന്നിവർ തുർക്കി സന്ദർശിച്ചിരുന്നുവെന്നും സൂചനകളുണ്ട്. KK പ്രശാന്ത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, വലിയ സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കാറുകളുടെ എണ്ണം, നേരത്തെ തന്നെ പല കാറുകൾ ഇവർ ഇതിനായി വാങ്ങിയിരുന്നു എന്നുള്ള വിവരം വന്നിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ കാറ് കൂടി കണ്ടെത്തുകയാണ്. അതും അൽഫലാഖ് സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസമൊക്കെ പരിശോധന നടന്നു. ഇന്നും ആ സർവകലാശാലയിൽ ചില പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ശരിക്കും ഈ ഭീകര പ്രവർത്തനം അല്ലെങ്കിൽ ചില വലിയ ഭീകര സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലാണല്ലോ വാർത്തകൾ വരുന്നത്. അഖില, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക അന്വേഷണം തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കാറുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പോകുന്നത്. 32 കാറുകൾ ഈ സ്ഫോടനത്തിനായി ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ തന്നെ 4 കാറുകൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും ശ്രമകരമായ ദൗത്യം. അതിലിപ്പോൾ 3 എണ്ണം, ഏറ്റവും ഒടുവിൽ ഒരു ബ്രഷ കൂടി, ആ വാഹനം കൂടി ഇപ്പോൾ ഈ സർവകലാശാലയിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഇനിയൊരു മാരുതി സുസുക്കിയുടെ കാർ കൂടി കണ്ടെത്താനുണ്ട്, സുസുക്കി ഡിസയർ കാർ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതും അതിനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർവകലാശാലയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ബ്രസയുടെ വാഹനം കണ്ടെത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഈ I-20 വാഹനം 11 ദിവസത്തോളമാണ് ഈ സർവകലാശാലയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്നത്. ഈ വാഹനം അവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ആ ക്യാമ്പസ് കേന്ദ്രീകരിച്ചോ മറ്റേതെങ്കിലും ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചോ വാഹനങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ കണ്ടെത്തിയ അല്ലെങ്കിൽ ഈ സംശയിക്കപ്പെടുന്ന വാഹനങ്ങളൊന്നും തന്നെ ഫരീദാബാദ് വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ കൂടുതലായി സൂക്ഷിച്ചിരുന്നതെല്ലാം തന്നെ ആ പ്രദേശങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ എവിടെയെങ്കിലും ഉണ്ടോ, വാഹനങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ചാണ് ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ആദിൽ അഹമ്മദിന്റെ സഹോദരനെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കൂടുതൽ ഭീകര സംഘടനകൾ, അത് പാകിസ്ഥാനുമായി
ബന്ധമുള്ള സംഘടനകൾക്കൊക്കെ തന്നെ ഇതുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. ആ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയി നിൽക്കുന്നത്. ഏതായാലും നിർണായക CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന 50 CCTV ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വളരെ പെട്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഉമർ നബി സഞ്ചരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഇതിൽ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കൊണാട്ട് പ്ലേസിൽ പല തവണയായി ഉമർ നബി അവിടെ സഞ്ചരിച്ചിരുന്നു. മാത്രമല്ല ഈ വാഹനം പിന്നീട് അവിടെ നിന്നാണ് ഈ പറയുന്ന ചെങ്കോട്ടയ്ക്ക് സമീപത്തേക്ക് എത്തിയിട്ടുള്ളത്. അതിനിടെ മറ്റെവിടേക്കെങ്കിലും പോയിരുന്നോ, എവിടെയെങ്കിലും നിർത്തിയിരുന്നോ, ആരെങ്കിലും കാണുന്നതിന് വേണ്ടിയാണോ കൊണാട്ട് പ്ലേസിൽ കറങ്ങിയത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്ന അഖില. ശരി, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി എവിടേക്കാണ് ഈ അന്വേഷണം എത്തുന്നത്, ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നുള്ളത് കൃത്യമായി അറിയേണ്ടതുണ്ട്. വൈകാതെ തന്നെ അതിന്റെ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ. മികച്ച വിജയം നേടി ഭരണം നിലനിർത്താനാകുമെന്ന് NDA ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. അതേസമയം എക്സിറ്റ് പോളുകൾക്കപ്പുറത്തേക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് മഹാസഖ്യത്തിന്റെ അവകാശവാദം. രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 243 മണ്ഡലങ്ങളിൽ വീറും വാശിയുമേറിയ പോരാട്ടമായിരുന്നു ബീഹാറിൽ. സംസ്ഥാന ദേശീയ രാഷ്ട്രീയം ചർച്ചയാക്കി. വികസനവും തൊഴിലില്ലായ്മയും മഹാസഖ്യം ചർച്ചയാക്കിയപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മുന്നോട്ടു പോകുന്ന ബീഹാറിനെയാണ് NDA ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൽ എന്തൊക്കെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് നാളെ അറിയാൻ കഴിയുക. എക്സിറ്റ് പോൾ ഫലങ്ങളിലുള്ള മുൻതൂക്കത്തിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് JDUവും BJPയും മുന്നോട്ടു പോകുന്നത്. അതേസമയം എക്സിറ്റ് പോളുകളെ തള്ളിയ മഹാസഖ്യം അധികാരം പിടിക്കുമെന്ന് ആവർത്തിക്കുന്നു. NDAയ്ക്ക് ഭൂരിപക്ഷം പറയുന്ന എക്സിറ്റ് പോളുകളിൽ പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷി RJDയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത് തേജസ്വി യാദവിനെയുമാണ്. വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവാണ് 2020 അപേക്ഷിച്ചുണ്ടായിട്ടുള്ളത്. 66% പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഇത് 57%. ബീഹാറിൽ മുൻപ് ഓരോ ഘട്ടത്തിലും പോളിംഗ് വ്യത്യാസം വരുമ്പോൾ ഭരണകക്ഷി താഴത്തേക്ക് പോകുന്നതാണ് ചരിത്രം. 5% പോളിംഗ് വർദ്ധിക്കുമ്പോൾ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ആ ആശങ്ക ഒഴിച്ചു നിർത്തിയാൽ NDA ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കനത്ത സുരക്ഷയാണ് സംസ്ഥാനത്താകെ ഒരുക്കിയിട്ടുള്ളത്. 38 ജില്ലകളിലെ 46 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. സംസ്ഥാന പോലീസ് വിഭാഗങ്ങൾക്ക് പുറമെ കേന്ദ്രസേനയുടെ സായുധ വിഭാഗവും മുഴുവൻ സമയ സുരക്ഷയ്ക്കായി ബീഹാറിലുണ്ട്. 3 തലത്തിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗൺ അവസാനിച്ചു. ജനപ്രതിനിധി സഭയിൽ ധനാനുമതി ബിൽ പാസ്സായി. 209 വോട്ടിനെതിരെ 222 വോട്ടുകൾ നേടിയാണ് ബിൽ പാസ്സായത്. 8 ഡെമോക്രാറ്റുകൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. 43 ദിവസത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാർ അടച്ചുപൂട്ടലിനാണ് വിരാമമായത്. അമേരിക്കയെ സ്തംഭിപ്പിക്കുകയും ലക്ഷക്കണക്കിന് ഫെഡറൽ തൊഴിലാളികളെ ശമ്പളമില്ലാതെ ദുരിതത്തിലാക്കുകയും ചെയ്ത പ്രതിസന്ധി അവസാനിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബില്ലിൽ ഒപ്പുവെച്ചതോടെയാണ്. ബിൽ പാസാക്കി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സുപ്രധാന നീക്കം. ബില്ലിൽ ഒപ്പുവെക്കുന്നതിന് തൊട്ടു മുൻപുള്ള ട്രംപിന്റെ പ്രതികരണം അടച്ചുപൂട്ടലിന് ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇടക്കാല തെരഞ്ഞെടുപ്പുകളിലേക്ക് ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾ വരുമ്പോൾ ഡെമോക്രാറ്റുകൾ നമ്മുടെ രാജ്യത്തോട് ചെയ്തത് ആരും മറക്കരുതെന്ന് ട്രംപ് പറഞ്ഞു. 7 weeks the Democrats shutdown has inflicted massive harm. They caused 20,000 flights to be canceled or delayed. They departed so many times, so late. People were hurt so badly. Nobody's ever seen anything like this one. This was a no-brainer. This was an easy extension. But they didn't want to do it the easy way. They had to do it the hard way. And they look very bad, the Democrats do. അടച്ചുപൂട്ടൽ അവസാനിച്ചതോടെ രാജ്യത്തെ തടസ്സപ്പെട്ട സുപ്രധാന സംവിധാനങ്ങളെല്ലാം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പിരിച്ചുവിട്ട ഏകദേശം 6,70,000 സിവിൽ സർവീസുകാർ ജോലിയിൽ തിരികെ പ്രവേശിക്കും. ശമ്പളമില്ലാതെ ജോലി തുടർന്ന 60,000-ലധികം എയർ ട്രാഫിക് കൺട്രോളർമാർ, വിമാനത്താവള സുരക്ഷാ ജീവനക്കാർ എന്നിവരുൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കും. ഒപ്പം തടസ്സപ്പെട്ട ഭക്ഷ്യസഹായം പുനരാരംഭിക്കും. വിമാനയാത്രാ നിയന്ത്രണങ്ങളും ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങും. വിസ്കോൺസിൻ റിപ്പബ്ലിക്കനായ ഡെറിക് വാൻ ഓർഡർ ഹൗസ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നതിനായി 1609 കിലോമീറ്ററിലധികം മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചാണ് എത്തിയത്. സർക്കാരിന് ജനുവരി 30 വരെ മാത്രം തുക അനുവദിക്കുന്ന ഒരു ഹ്രസ്വകാല ബില്ലാണ് ട്രംപ് നിയമമായി ഒപ്പിട്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഫണ്ടിനായി നിയമനിർമ്മാതാക്കൾ ഒരു വഴി കണ്ടെത്തേണ്ടി വരും. ന്യൂനപക്ഷമായിരുന്നിട്ടും സെനറ്റ് ഡെമോക്രാറ്റുകൾക്ക് ഷട്ട്ഡൌൺ നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഒരു താൽക്കാലിക ഫണ്ടിംഗ് ബിൽ പാസാക്കാൻ റിപ്പബ്ലിക്കന്മാർക്ക് ഡെമോക്രാറ്റുകളുടെ വോട്ടുകൾ ആവശ്യമായി വന്നതിനാലാണ്. കുറഞ്ഞ വരുമാനമുള്ള അമേരിക്കക്കാർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികൾ ദീർഘിപ്പിക്കണമെന്ന ആവശ്യം റിപ്പബ്ലിക്കന്മാർ അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്നതാണ് ഷട്ട്ഡൌൺ നീളാൻ കാരണം. എന്നാൽ ഡിസംബറിൽ ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളെക്കുറിച്ച് വോട്ടെടുപ്പ് നടത്താമെന്ന ഉറപ്പിൽ 8 സെനറ്റ് ഡെമോക്രാറ്റുകൾ പാർട്ടി നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ രോഷത്തിനിടയാക്കിയിട്ടുണ്ട്.
ന്യൂസ് ഡെസ്ക് അമൃത TV. ജർമ്മനിയിലെ മ്യൂണിക്കിലെത്തിയ സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിക്ക് സ്നേഹോഷ്മള സ്വീകരണം. അമ്മയുടെ പുണ്യദർശനത്തിന് 6 വർഷത്തെ കാത്തിരിപ്പായിരുന്നു മക്കൾക്ക്. ഫ്രാൻസിലെ ഷാർട്രയിൽ 3 ദിവസത്തെ സന്ദർശനത്തിനു ശേഷമായിരുന്നു അമ്മ മ്യൂണിക്കിൽ എത്തിയത്. 6 വർഷത്തിനിപ്പുറം ഈസ്ബാക്ക് സ്റ്റുഡിയോയിൽ അമ്മ എത്തിയപ്പോൾ അതൊരു സ്നേഹസംഗമമായി. പരമ്പരാഗത ജർമ്മൻ സംഗീതത്തിന്റെ അകമ്പടിയോടെ പുഷ്പഹാരങ്ങളുമായി മക്കൾ അമ്മയെ വരവേറ്റു. സംഗീതാത്മകമായി ജയ് ജയ്മ എന്ന ഏവരും ഒരേ സ്വരത്തിൽ ഏറ്റുചൊല്ലിയപ്പോൾ അത് വികാരനിർഭരമായ മുഹൂർത്തമായി. ജർമ്മൻ പാർലമെന്റ് അംഗം ലിസ പോസ്, പ്രശസ്ത നടൻ തോമസ് ഷ്മൂസ, എഴുത്തുകാരി താനിയ സിഹോഫർ അടക്കമുള്ള പ്രമുഖർ അമ്മയെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. മനുഷ്യ മനസ്സുകൾക്കിടയിൽ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയുന്ന ഒരു മഹത് വ്യക്തിത്വമെന്നാണ് ജർമ്മൻ പാർലമെന്റ് അംഗം ലിസ പോസ് അമ്മയെ വിശേഷിപ്പിച്ചത്. സ്നേഹത്തിലൂടെ എന്തൊക്കെ സാധ്യമാക്കാൻ കഴിയുമെന്നതിന്റെ പ്രതീകമാണ് അമ്മയെന്നും ലിസ പോസ് പറഞ്ഞു. കാരുണ്യവും മനുഷ്യത്വവുമാണ് മനുഷ്യൻ എന്ന വർഗത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അമ്മ കാണിച്ചു തരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. Zu einem Symbol, Wege für und Wege in die Zukunft zu beschreiben, statt sich in der Vergangenheit zu grämen. Manche sagen ja heutzutage, Empathie sei eine Schwäche. Aber sie zeigen uns, Empathie, Menschlichkeit ist eine Stärke, ist die größte Stärke, die wir Menschen haben. പിന്നീട് അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ ഭജന, സത്സംഗം, ധ്യാനം, തുടർന്ന് ദർശനവും. കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന അമ്മ ലോകസമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രത്യേക ആത്മപൂജയും നടത്തി. നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ദീപം തെളിയിക്കാൻ ശ്രമിക്കണമെന്നും അപ്പോൾ ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും കലഹങ്ങളും ഉണ്ടാകില്ലെന്നും അമ്മ സത്സംഗത്തിൽ ഓർമ്മിപ്പിച്ചു. കൊടും തണുപ്പിനെ അവഗണിച്ചാണ് പിഞ്ചു കുഞ്ഞുങ്ങളും പ്രായമായവരുമെല്ലാം പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയത്. അമ്മയെ ഒന്ന് കാണുന്നതിനും സാന്ത്വന സ്പർശത്തിനുമായി മണിക്കൂറുകളോളമാണ് മക്കൾ കാത്തുനിന്നത്. ഒട്ടും മുഷിപ്പില്ലാതെ പരമ്പരാഗത നൃത്തച്ചുവടുകൾ ചവിട്ടി ആ നിമിഷങ്ങളൊക്കെയും അവർ സന്തോഷകരമാക്കി. ഒടുവിൽ അമ്മയ്ക്കരികിലെത്തിയപ്പോൾ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും ആനന്ദ കണ്ണീർ ചൊരിഞ്ഞ് അവർ അമ്മയെന്ന സാന്ത്വന സ്പർശത്തിലലിഞ്ഞു. ഇറ്റലിയിലെ പിയാസെൻസയിലാണ് അമ്മയുടെ അടുത്ത പരിപാടി. ന്യൂസ് ഡെസ്ക് അമൃത TV. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ OP ബഹിഷ്കരിച്ചുള്ള ഡോക്ടർമാരുടെ പണിമുടക്ക് തുടരുന്നു. കഴിഞ്ഞ 3 ആഴ്ചയിലും ഓരോ ദിവസം വീതം സീനിയർ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചിരുന്നു. തിങ്കളാഴ്ച ആരോഗ്യവകുപ്പുമായി നടന്ന ചർച്ച കൂടി പരാജയപ്പെട്ടതോടെയാണ് സമരം തുടരാൻ ഡോക്ടർമാർ തീരുമാനിച്ചത്.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് മത്സരം നാളെ ഈഡൻ ഗാർഡൻസിൽ ആരംഭിക്കും. 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഈഡൻ ഗാർഡൻസ് ഒരു ടെസ്റ്റ് മത്സരത്തിന് വേദിയാകുന്നത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണ്. ബൌളിംഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കാണ് മുൻതൂക്കം. ആദ്യ ദിനങ്ങളിൽ പിച്ച് പേസർമാരെ പിന്തുണയ്ക്കും. പരിക്ക് ഭേദമായി എത്തിയ പേസർക്ക് ഗീസോ റബാദയാണ് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷ. അവസാന ദിനങ്ങൾ സ്പിന്നിന് അനുകൂലമാകുമെന്നാണ് ഇന്ത്യൻ പ്രതീക്ഷ. ഇന്ത്യൻ സ്പിന്നർമാരായ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഈ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാം ടെസ്റ്റ് 22 ഗുവാഹത്തിയിൽ നടക്കും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ആദ്യ ടെസ്റ്റിന്റെ ടോസിനായി ഉപയോഗിക്കുന്ന നാണയത്തിന് ചില പ്രത്യേകതകളുണ്ട്. ടോസ് ഇടുന്നതോടെ ഒരു പുതിയ ചരിത്രമാണ് പിറക്കുക. നാണയത്തിന്റെ ഒരു വശത്ത് മഹാത്മജിയുടെയും മറുവശത്ത് നെൽസൺ മണ്ടേലയുടെയും ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇരുവരോടുമുള്ള ആദരസൂചകമായാണ് ഇത്തരത്തിലൊരു മാറ്റം. BCCIയും ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയും സംയുക്തമായാണ് ഈ പ്രത്യേക നാണയം പുറത്തിറക്കുന്നത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.